ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിഷിൻ്റെ വാൾ ഹാങ്ങിങ്ങുമായിട്ടാണ്. ഇതത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഒന്നും അല്ല, എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാർഡ്ബോർഡ് പീസാണ്. ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസിൽ ഒരു ഫിഷിൻ്റെ ലേ ഔട്ട് വരച്ചു കൊടുക്കുവാണ്. ഫിഷിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് എടുക്കാം. ഞാൻ ചെയ്യാൻ പോകുന്ന വാൾ ഹാങ്ങിങ്ങിൽ ഏറ്റവും വലിയ സൈസിലുള്ള ഫിഷിൻ്റെ ലേ ഔട്ടാണ് ഫസ്റ്റ് വരച്ചു കൊടുക്കുന്നത്. ഈ വരച്ചിരിക്കുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. ഞാനിവിടെ 2 വാൾ ഹാങ്ങിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരേ സൈസിൽ 2 പീസസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓരോ വാൾ ഹാങ്ങിങ്ങിലും 5 ഡിഫറെൻറ്റ് സൈസിലുള്ള ഫിഷസിൻ്റെ ലേ ഔട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുകളിലേക്കാളും വലുപ്പം കുറഞ്ഞ സൈസിലാണ് താഴോട്ടുള്ള ഫിഷസിൻ്റെ ലേ ഔട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഓൾ ടോട്ടൽ ഇപ്പം ഞാനൊരു 10 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് എയർ ഡ്രൈ ക്ലേ വേണം. ഇനി ഈ ക്ലേ കുറച്ചെടുത്ത് നന്നായി ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഫിഷിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതേ സെയിം സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ക്ലേ. അങ്ങനെ കാർഡ്ബോർഡിൻ്റെ സെയിം സൈസിൽ ഈ ക്ലേ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ക്ലേ ഒന്ന് മാറ്റിയിട്ട് കാർഡ്ബോർഡിലേക്ക് കുറച്ച് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യണം. അതിനുശേഷം വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്ലേ ഈ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഈ ക്ലേ ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കത്തിയോ അല്ലെങ്കിൽ ക്ലേ കട്ടിംഗ് ടൂളൊക്കെ വെച്ചിട്ട് ഈ ക്ലേൻ്റെ മുകളിലോട്ട് കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഫിഷിനൊരു കണ്ണും നമുക്ക് വരച്ചു കൊടുക്കണം. കണ്ണ് വരയ്ക്കാൻ നമുക്ക് പെന്നിൻ്റെ ക്യാപ്പൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫിഷിൻ്റെ മുകളിലും താഴെയായിട്ട് ഞാനിവിടെ 2 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹാങ് ചെയ്യാൻ വേണ്ടിയാണ്. ക്ലേ ഡ്രൈ ആവുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യണം. ഈ ഒരു സെയിം രീതിയിൽ നമ്മളെല്ലാ ഫിഷിനും ക്ലേ ഒട്ടിച്ച് ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കുവാണ്. ഇനി ഈ ക്ലേ ഡ്രൈ ആയതിനു ശേഷം നമുക്കിതിലേക്ക് കളർ ചെയ്യണം. ഞാനിവിടെ ഒരേ സൈസിലും ഡിസൈനിലും 2 പീസസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് സെയിം കളേഴ്സ് തന്നെ ചെയ്തെടുക്കുവാണ്. ആദ്യം ഓരോ ഡിസൈനിലേക്കും ഡിഫറെൻറ്റ് കളേഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഡോട്ട് പെയിൻറ്റിങ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഡിസൈൻസും കളേഴ്സും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാം. കളേഴ്സും ഞാനിവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആക്രിലിക് കളറും വാട്ടർ കളറും പിന്നെ ബ്രഷ് പെൻസും യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഡിസൈൻസിലും നമ്മൾ കളർ ചെയ്തതിന് ശേഷം ഞാൻ ബ്ലാക്ക് ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡിസൈനിലും പിന്നെ കണ്ണിലും ഞാൻ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ കളർ ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ഡോട്ട് പെയിൻറ്റിങ് ചെയ്യുവാണ്. ഞാനിവിടെ ഇയർബഡ്സും പിന്നെ പെൻസിലിൻ്റെ ടിപ്പും വെച്ചിട്ടാണ് ഡോട്ട് പെയിൻറ്റിങ് ചെയ്യുന്നത്. ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് ക്ലേ ഒക്കെ ഒട്ടിച്ച് വെച്ചിരുന്ന 10 പീസസിലും നമ്മൾ കളർ ചെയ്തെടുക്കുവാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ട്രാൻസ്പെറൻറ്റ് സ്പ്രേ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലോസി ലുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മളിവിടെ ഹാങ് ചെയ്യാൻ വേണ്ടി ജൂട്ടിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയുള്ള ത്രെഡ് കെട്ടിക്കൊടുക്കുവാണ്. അത് നമ്മൾ ഒരു പീസ് ത്രെഡ് 2 ആക്കി എടുത്തതിന് ശേഷം ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഹോളിൽ കൂടെ എടുത്തിട്ട് ബാക്കിൽ നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുവാണ്. എത്ര ലെങ്ത് ആണോ നമുക്ക് ആവശ്യം അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് ബാക്കിൽ കെട്ടിക്കൊടുത്തിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇനി ഈ സെയിം ഫിഷിൻ്റെ താഴത്തെ ഹോളിൽ കൂടെ നമ്മൾ വീണ്ടും വേറൊരു ത്രെഡ് 2 ആക്കി എടുത്തിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടായിട്ട് കണക്ട് ചെയ്തെടുക്കുക. ഇനി ഈ ത്രെഡ് നമ്മൾ അടുത്ത ഫിഷ്, അതായത് ഇതിൻ്റെ താഴെ വരുന്ന ചെറിയ സൈസ് ഫിഷിലേക്ക് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടായിട്ട്
ഈ ഒരു സെയിം രീതിയിൽ ആ ഹോളിൽ കൂടെ എടുത്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. വീണ്ടും ഇതേ ഫിഷിൻ്റെ താഴത്തെ ഹോളിൽ കൂടെ മറ്റൊരു ത്രെഡ് എടുത്തിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടായിട്ട് കോർത്ത് കൊടുക്കുക. അതിനുശേഷം ആ ത്രെഡ് ഇതിൻ്റെ താഴത്തെ ഫിഷിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടായിട്ട് കോർത്ത് കൊടുത്തിട്ട് കെട്ടിക്കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മുടെ കയ്യിലുള്ള 5 ഫിഷസും ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ലാസ്റ്റത്തെ ഫിഷിൽ നമ്മൾ ഒരു ഹോൾ ഇട്ടാൽ മതി. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ആ ഹോളിലേക്ക് നമ്മൾ 4 ത്രെഡിൽ 4 ഡിഫറെൻറ്റ് ബീഡ്സ് കോർത്തെടുത്തിട്ട് നമ്മൾ ആ ത്രെഡിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടായിട്ട് എടുത്ത് കെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വാൾ ഹാങ്ങിങ് ഫിനിഷായി. ഈ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ 2 ഹാങ്ങിങ്ങും ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അധികം സ്റ്റെപ്സ് ഒന്നുമില്ല. മാത്രമല്ല ഇത് നല്ല ബ്യൂട്ടിഫുൾ ഒരു വാൾ ഹാങ്ങിങ് ആണ്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. പിന്നെ മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാം. Until then, bye from JhillMill. Thank you.